ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 40-ാമത്തെ സർഗം. സീത ഹനുമാന് പോവാൻ അനുമതി കൊടുക്കുകയാണ്, വിട കൊടുക്കുന്നു. കഴിഞ്ഞ സർഗത്തിൻ്റെ അവസാനം പറഞ്ഞു, രാക്ഷസന്മാരുടെ വാസസ്ഥാനമായ ഈ ഭയങ്കര പ്രദേശത്തിൽ ഇനി ഭൗതിക അധികകാലമൊന്നും താമസിക്കേണ്ടി വരില്ല. ഭൗതിയുടെ ഭർത്താവിൻ്റെ വരവിനും അധികം താമസം ഉണ്ടാവില്ല. ഞാൻ രാമസന്നിധിയിൽ എത്തുന്നത് വരെ ഭൗതി ക്ഷമിച്ചിരുന്നാലും എന്നാണ് പറഞ്ഞത്. അങ്ങനെ സീത ഹനുമാന് പോവാൻ അനുമതി കൊടുക്കുന്നു. 1-ാമത്തെ ശ്ലോകം. ശ്രുത്വാതോ വചനം തസ്യ വായുസൂനോർമഹാത്മന ഉവാചാത്മഹിതം വാക്യം സീതാസുരസുതോപമ. മഹാത്മാവായ വായുപുത്രൻ്റെ വാക്കുകേട്ട് സുരസുന്ദരി തദൃശ്യായ സീത തനിക്ക് ഹിതകരമായ വാക്യം അരുളി ചെയ്തു. ത്വാം ദൃഷ്ട്വാ പ്രിയഭക്താരം സംപ്രഹിഷ്യാമി വാനര അർദ്ധസംജാത സസ്യേവ വൃഷ്ടിം പ്രാപ്യ വസുന്ധര. കവിവര, പ്രിയം പറയുന്ന നിന്നെ കണ്ടിട്ട് പാതി മുളച്ച വിത്തോടുകൂടിയ ഭൂമി മഴയേറ്റാൽ എന്ന പോലെ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു. യഥാതം പുരുഷവ്യാക്രം ഗാത്രേ ശോകാഭികർഷിദേഹി സസ്പൃശേഹം സകാമാഹം തഥാ കുരുദയാമയേ. ദുഃഖത്താൽ തളർന്ന അവയവങ്ങളാൽ അഭിലാഷപൂർവം പുരുഷോത്തമനായ രാമനെ തൊട്ട് തലോടാൻ അവസരമുണ്ടാക്കുമാറ് നീ എന്നോട് കരുണ കാണിക്കണം. അഭിജ്ഞാനം ജരാമസ്യ ദദ്യ ഹരിഗണോത്തമ ക്ഷിപ്താം ഈശികാം ഗാഗസ്യ കോപാദേ കാഷിഷാദനിം. കവിവീര, കോപം കൊണ്ട് കാകന്റെ കണ്ണ് നഷ്ടപ്പെടുമാറ് ദർഭ അമ്പായി തൊടുത്തുവിട്ട അഭിജ്ഞാനത്തോടൊപ്പം മറ്റൊരു കാര്യവും ശ്രീരാമനെ അറിയിച്ചാലും. മനഃശിലായാസ്തിലകോ ഗണ്ഡവാർഷേ നിവേശിത ത്വയാ പ്രനഷ്ടേ തിലകേ തം കില സ്മർത്തുമർഹസി. ഒരിക്കൽ എൻ്റെ പൊട്ട് മാഞ്ഞപ്പോൾ അങ്ങ് എൻ്റെ നെറ്റിയിൽ, അതായത് ഗണ്ഡപാർശ്വം പറയുമ്പോൾ നെറ്റി, അല്ലെങ്കിൽ കവിളിനറ്റത്ത് എന്നും പറയാം, മനയോല കൊണ്ട് കളിയായിട്ട് പൊട്ടണിയിച്ചത് ഓർക്കുമല്ലോ. ഈ സംഗതി അത്യന്തം രഹസ്യമായതിനാൽ ഒരടയാളമായിട്ട് പറയാണ്. സ വീര്യവാൻ കഥം സീതാം ഹൃദാം സമനുമന്യസേ വസന്തിയും രക്ഷസാം മധ്യേ മഹേന്ദ്ര വരുണോപമ. ഇന്ദ്രവരുണന്മാർക്ക് തുല്യനും വീര്യവാനുമായ അങ്ങ് അപഹൃതയായ സീത രാക്ഷസന്മാരുടെ മധ്യത്തിൽ കഴിയുന്നത് എങ്ങനെയാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഏഷ ചൂടാമണിർ ദിവ്യോ മയാ സുപരിരക്ഷിത ഏതം ദൃഷ്ട പ്രഹിഷ്യാമി വ്യസനേ ത്വാമിവാനക. പുണ്യാത്മാവേ, ദിവ്യമായി ചൂടാമണി അതീവ ശ്രദ്ധയോടും പ്രിയത്തോടും കൂടി ഞാൻ സൂക്ഷിച്ച് പോന്നതാണ്. ദുഃഖം താങ്ങാനാവാതെ വരുമ്പോൾ ഞാൻ ഇത് നോക്കി ഭവാനെ കണ്ടാലെന്ന പോലെ സമാശ്വദിക്കാറുണ്ട്. യേശ നിര്യാതിത ശ്രീമാൻ മയാ ദേവാരി സംഭവ അതപ്പരം ന ശക്ഷ്യാമി ജീവിതം ശോകലാലസ. സമുദ്രത്തിൽ നിന്ന് ലഭിച്ചതും ഐശ്വര്യപൂർണവുമായി ചൂടാരത്നം ഞാൻ ഭവാന് കൊടുത്തയക്കുന്നു. ഇനി ദുഃഖത്തിൻ്റെ കണ്ണീർ വാർത്തുകൊണ്ട് ജീവിച്ചിരിക്കാൻ എനിക്ക് ശക്തിയില്ല. അസഖ്യാനി ദുഃഖാനി വാജശ്ചാഹൃദയച്ഛിത രാക്ഷസീനാം സുഘോരാണാം ത്വൽകൃതേ മർഷയാമ്യഹം. സഹിക്കാനല്ലാത്ത ദുഃഖങ്ങളും ദുഷ്ടരാക്ഷസികളുടെ ഹൃദയഭേദങ്ങളായ വാക്കുകളും ഭവാനെ ഓർത്ത് ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നു. ധാരയിഷ്യാമി മാസം തൂ ജീവിതം ശത്രുസൂദന മാസാദൂർധം ന ജീവിഷ്യേ ത്വയാ ഹീനാ നൃപാത്മജ. ശത്രുനാശന, 1 മാസം കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ ജീവിച്ചിരിക്കാം. 1 മാസത്തിലധികം അങ്ങേ പിരിഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുകയില്ല. ഘോരോ രാക്ഷസരാജോയം ദൃഷ്ടശ്ചാന സുഖാമയേ ത്വാം ജഷുത്വാ വിസജ്ജന്തം ന ജീവേയമഹം ക്ഷണം. ഈ രാക്ഷസരാജാവ് മഹാദുഷ്ടനാണ്. എന്നെക്കുറിച്ചുള്ള അവൻ്റെ ചിന്താഗതിയും ചീത്തയാണ്. ഭവാൻ വരുന്നതിൽ കാലതാമസം വരുത്തിയാൽ പിന്നെ ഞാൻ നിമിഷനേരം ജീവിച്ചിരിക്കുകയില്ല. വൈദേഹ്യവചനം ശ്രുത്വാ കരുണം സാശ്രുഭാഷിതം തഥാ അബ്രവീൻ മഹാതേജ ഹനുമാൻ മാരുതാത്മജ. കണ്ണീർ വാർത്തുകൊണ്ട് പറഞ്ഞ ശോകവചനങ്ങൾ കേട്ട് തേജസ്വിയായ വായുപുത്രൻ ദേവിയെ സമാശ്വസിപ്പിച്ചു. ത്വച്ഛോകവിമുഖോ രാമോ ദേവി സത്യേന ദേശവേ രാമേ ശോകാഭിഭൂതേതു ലക്ഷ്മണ പരിതപ്യതേ. ദേവി ഭൗതിയോട് ശപഥം ചെയ്യുന്നു. രാമൻ ഭൗതിയെ ഓർത്ത് ദുഃഖത്തിൽ മുഴുകി കഴിയുന്നതിനാൽ മറ്റൊന്നിലും താല്പര്യമില്ലാത്തവനായി തീർന്നിരിക്കുന്നു.
രാമന്റെ ഈ സ്ഥിതി കണ്ട് ലക്ഷ്മണനും പരിതപിക്കുന്നു. ദൃഷ്ട്വാ കഥഞ്ചിത് ഭവതീനകാല പരിശോചിതം ഇമം മുഹൂർത്തം ദുഃഖാനാം അന്തം ദ്രക്ഷ്യതി വാമിനി. ദൈവാനുഗ്രഹത്താൽ എങ്ങനെയോ ഭൗതിയെ കാണാൻ കഴിഞ്ഞു. ഇത് ദുഃഖിക്കാനുള്ള സമയമല്ല, ദുഃഖങ്ങളുടെ അന്ത്യം ഭൗതി കാണാൻ പോകുന്നു. താവുഭോ പുരുഷവ്യാഘ്രോ രാജപുത്രാവനിന്ദിതോ ത്വദ്ദർശന ഹൃദോത്സാഹോ ലങ്കാം ഭസ്മീകരിഷ്യത. പുരുഷകേസരികളായ 2 രാജകുമാരന്മാരും ഭൗതിയെ കാണാനുള്ള ഉത്സാഹത്തോടെ ലങ്കയെ ഭസ്മീകരിക്കാൻ പോകുന്നു. അത്വാദോ സമരേ ക്രൂരം രാവണം സഹബാന്ധവം രാഘവോ ത്വാം വിശാലാക്ഷി സ്വാംപുരിം പ്രാപയിഷ്യത. വിശാലാക്ഷി, രഘുവംശജാതരായ ആ 2 പേരും ക്രൂരനായ രാവണനെ ബന്ധുകുടുംബ സമേതം വധിച്ച് ഭൗതിയെ സ്വന്തം നഗരിയിലേക്ക് കൊണ്ടുപോകും. യത്തുരാമോഭിജാനീയാദഭിജ്ഞാനമനിന്ദിതേ പ്രീതിസംജനനം തസ്യ ഭൂയസ്ത്വം ധാതുമർഹസേ. പുണ്യവതി, രാമന് പ്രീതികരമായ അടയാളം ഇനിയും വല്ലതും ഉണ്ടെങ്കിൽ നൽകിയാലും. സ അബ്രവീദത്തമേവേദി മയാഭിജ്ഞാനമുത്തമം ഏതദേവ ഹി രാമസ്യ ദൃഷ്ട്വാമൽകേശഭൂഷണം ശ്രദ്ധേയം ഹനുമാൻ വാക്യം തവ വീര ഭവിഷ്യതി. സീത ഹനുമാനോട് പറഞ്ഞു, വീര, ഞാൻ തന്ന അടയാളം തന്നെയാണ് എല്ലാറ്റിലും വെച്ച് ഉത്തമം. എൻ്റെ കേശാലങ്കാരമായി ചൂടാരത്നം കണ്ടാൽ തന്നെ രാമന് ഭവാന്റെ വാക്ക് ശ്രദ്ധേയവും വിശ്വസനീയവുമായി തീരും. സതം മണിവരം ഗ്രഹ്യ ശ്രീമാൻ പ്ലവക സത്തമ പ്രണമ്യ ശിരസാ ദേവീം ഗമനായോപചക്രമേ. കവിശേഷനായ ഹനുമാൻ ഈ ചൂടാരത്നം സ്വീകരിച്ച് ശിരസ്സു കുനിച്ച് ദേവിയെ വണങ്ങി യാത്രാനുവാദം പ്രതീക്ഷിച്ചു നിന്നു. തമുൽപാദകൃതോത്സാഹം അപേക്ഷ്യ ഹരിപുങ്കവം വർദ്ധമാനം മഹാവേഗം ഉവാച ജനകാത്മജ അശ്രുപൂർണമുഖീ ദീന ബാഷ്പഗൽഗതയാ ഗിര. കുതിച്ചുയർന്ന് ചാടുവാനൊരുങ്ങി ശരീരം വലുതാക്കുന്ന അതിവേഗവാനായ ഹനുമാനെ നോക്കി സീത ഗൽഗത കണ്ടയായി പറഞ്ഞു. ഹനുമൻ സിംഹസംഘാശോ ഭ്രാതരോ രാമലക്ഷ്മണോ സുഗ്രീവം ച സഹാമാത്യം സർവാൻ ബ്രൂയാഹ്യനാമയം. ഹനുമാൻ സിംഹപരാക്രമികളായ രാമലക്ഷ്മണന്മാരോടും മന്ത്രിസഹിതനായ സുഗ്രീവനോടും കുശലം പറഞ്ഞാലും യമഞ്ച തീവ്രം മമ ശോകവേഗം രക്ഷോഭിരേവി പരിവത്സനം ച ഭൂയാസ്തു രാമസ്യ ഗതസമീപം ശിവശ്ച ദ്വാസ്തു ഹരിപ്രവീര. കവിവീര, ഞാൻ അനുഭവിക്കുന്ന തീവ്രവും അഗാധവുമായ ദുഃഖം, രാക്ഷസന്മാരുടെ ദുശ്രവമായ അധിക്ഷേപവാക്കുകൾ എന്നിവ ചെന്നെത്തിയ ഉടൻ തന്നെ ഭഗവാൻ ശ്രീരാമനെ അറിയിക്കുക. അങ്ങയുടെ മാർഗം നിർവിഘ്നവും മംഗളകരവുമായി തീരട്ടെ. സരാജപുത്ര്യ പ്രതിവേദിതാർത്ഥ കവികൃതാർത്ഥ പരിഹൃഷ്ടജേതാഃ തദൽപശേഷം പ്രഥമീക്ഷ്യ കാര്യം ദിശം ഹ്യുദീജിം മനസാ ജഗാമ. ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിനാലും ദൂതനെന്ന നിലയിൽ സീത തന്നെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തതിനാലും സന്തുഷ്ടചിത്തനും കൃതാർത്ഥനുമായ ഹനുമാൻ അല്പം ചില കാര്യം കൂടി ചെയ്യാനുണ്ടെന്ന് കരുതി മനസ്സുകൊണ്ട് വടക്ക് ദിക്കിൽ എത്തിച്ചേർന്നു. ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ 40 സർഗഃ. 40ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇനി നാളെ ഹനുമാൻ അശോകവനത്തെ നശിപ്പിക്കുന്നതാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.